ചവറ മണ്ഡലത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ആദരവും ഇതോടനുബന്ധിച്ച് നടത്തി. NK പ്രേമചന്ദ്രൻ MP, ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA തുടങ്ങിയവർ ദിനാചരണത്തിൽ പങ്കെടുത്തു. ചവറയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജീവൻ അധ്യക്ഷത വഹിച്ചു. കർഷക ആദരവും അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. കൃഷി ഓഫീസർ സജിത മോൾ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ഹെൻറി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചവറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ JR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മികച്ച കർഷകരെ ആദരിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുതിർന്ന കർഷകനെ ആദരിച്ചു. കൊല്ലം DD ബീന ബോണിഫേസ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CP സുധീഷ് കുമാർ, S. ഓമൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് I. ജയലക്ഷ്മി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലും കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ഉള്ള പാല് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ന് ഒരു കർഷകന് 1 ലിറ്റർ പാലിന് കിട്ടുന്ന 55-56 രൂപ എന്നുള്ളത് ഇവർ മാർക്കറ്റിൽ 30 രൂപയ്ക്ക് ഇറക്കുമെന്നാണ് പറയുന്നത്. ഇതൊരു വലിയ ഭീഷണിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഭീഷണികൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറം, മാർക്കറ്റ് റേറ്റിനപ്പുറം നമുക്ക് കൃഷിയെ ഏറ്റെടുക്കേണ്ടതുണ്ട്. കൃഷി അതങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഗുണമേന്മയുള്ള ആഹാരം അത് മനുഷ്യന് വിലയുമായി താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ജീവനെ, നമ്മുടെ തന്നെ ആരോഗ്യത്തിനെ ഒരു വിലയുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. വിലയ്ക്ക് അതീതമാണ്. അപ്പം മരുന്ന് എന്നുള്ളത് ആഹാരമാക്കുക, ആഹാരം നമ്മുടെ മരുന്നാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സിന്ധു അധ്യക്ഷത വഹിച്ചു. സജു SS സ്വാഗതം പറഞ്ഞു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി കർഷകരെ ആദരിച്ചു. ഇന്ന് ഈ കാലഘട്ടത്തിൽ അവശേഷിക്കപ്പെടുന്നു. കാരണം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളും ഗവൺമെന്റുകളും ഏറ്റെടുത്ത് നടത്തപ്പെടുമ്പോഴും അത് പൂർണ്ണമായ തോതിൽ, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് വിജയിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാം. കാരണം പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനവും അങ്ങനെയാണ്. ഇന്ന് കൃഷി കൃത്യമായ ഒരു ഇടവേളയിലോ ഒരു കാലാവസ്ഥയോ നിരീക്ഷിച്ചുകൊണ്ട് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറി. പണ്ടൊക്കെ ഉണ്ടായിരുന്ന കാലാവസ്ഥ കർക്കിടകമായി കഴിഞ്ഞാൽ പിന്നെ ഇടമുറിയാതെ പെയ്യുന്ന മഴയുള്ള കാലമാണ്. അതുപോലെ പകരം കുംഭം, ഭയങ്കരമായ വേനൽ ചൂടിൽ വിയർത്തൊലിക്കുമ്പോൾ പെയ്യുന്ന വേനൽ മഴയായിരുന്നു അന്ന് ഈ വൃക്ഷങ്ങൾക്കും ചെറിയ ചെറിയ ഈ സസ്യങ്ങൾക്കും ഒക്കെ ഒരു ആശ്വാസമാകാറുണ്ടായിരുന്നു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ബീന ബോണിഫേസ് പദ്ധതി വിശദീകരിച്ചു. മുതിർന്ന കർഷകനായ G. ബേബി, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം S. ഓമൻ, തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ്നാഥ് യത്ത, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. പന്മന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീകല അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, S. ഓമൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നടക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിലയിൽ തമ്മിലുള്ള അന്തരമാണ് കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം ഉൽപാദന ചെലവിന് ആനുപാതികമായിട്ടുള്ള വില ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കാതെ പോകുമ്പോൾ കർഷകൻ കാർഷിക വൃത്തിയിൽ നിന്ന് പിൻവാങ്ങും. ഇതാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ഇന്ത്യയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം താൻ പണിയെടുത്തല്ലെങ്കിൽ മൂലധനം നിക്ഷേപിച്ച്, കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച്, വിത്തിറക്കി, വളർത്തി വലുതാക്കി, കൊയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഫലം കൊയ്യുന്ന സമയത്ത് ആ ഉൽപ്പന്നങ്ങൾക്ക് മതിയായി വില ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ ഏത് കർഷകനാണ് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ നടപ്പാക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന പൊതുബോധത്തോടുകൂടി നഷ്ടം സഹിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ ആരും തയ്യാറായില്ല. അപ്പൊ അത് തന്നെയാണ് ഇന്നും രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായ ഒരു ശുപാർശ നൽകി. കൃഷിക്കാർക്ക് കാർഷികോത്പാദന ചെലവിന്റെ 1.5 മടങ്ങ് 3 രൂപയാണ് കൃഷി ഇറക്കുന്നതിന് വേണ്ടി മൊത്തം വരുന്ന ചെലവെങ്കിൽ ആ അവരുടെ
ഉൽപാദനവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്വാമിനാഥൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA കർഷകരെ ആദരിക്കലും അവാർഡ് വിതരണവും നടത്തി. ഡോക്ടർ ആതിര എസ് കുമാർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ പിള്ള, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.